ഹലോ. ഹായ്. ഷീലാമ്മ ഹലോ. എന്തൊക്കെയുണ്ട് ഷീലാമ്മ? നല്ല വിശേഷം. അയ്യോ, റാണിയെക്കുട്ടിക്ക് ഒരു സ്പെഷ്യൽ വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞ കേട്ടോ. എന്താണ്? എന്താണ്? ഇവിടുന്ന് പാടിയിട്ട് റാണിയെക്കുട്ടി സിനിമ അഭിനയിക്കാൻ പോവാണ്. ആണോ? ഓഹോ. ആണോ? ടൈമില്ല Busy girl. തിരിച്ചാണ്. എങ്ങനെ? സിനിമയിൽ അഭിനയിച്ചിട്ട് ആ. പെട്ടെന്ന് ഒന്ന് പാടിട്ടങ്ങ് പോകും. അതെ, അത്ര തിരക്കാണ്. തിരക്കോട് തിരക്ക്. ഏത് സിനിമയാ? അപ്പടാ, അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ ഉപ്പയ്ക്ക് അറിയാം. നമ്മൾ ഓക്കേ. അഭിനയിക്കും. ഇതേ ഉപ്പയാണ് ഒറ്റ മാനേജർ. കാര്യമുള്ളൂ മധു. പോകും, സീൻ എന്താണെന്ന് ചോദിക്കും, ഒറ്റ പ്രാവശ്യം മതി, അങ്ങോട്ടിടും, അഭിനയിക്കും. അതെ. അത് ശരി. പിന്നെ അച്ഛൻ്റെ അടുത്ത് പറയും ക്യാഷ് ഒക്കെ വാങ്ങിച്ചോളൂ, നിങ്ങൾ എന്ത് പേര് വേണേ ഇട്ടോ. അഭിനയിച്ചിട്ട് എല്ലാ ഓ, കാര്യം അപ്പൊ പറയാം. ഇതുവരെ അഭിനയിച്ചില്ലേ? പിന്നെ ഇവിടുന്ന് ഇറങ്ങി ഉടനെ പോവാ. ഓ, അങ്ങോട്ടേക്കാണ്. അങ്ങനെയായിരുന്നോ? അങ്ങനെ ഇനി അങ്ങനെ. ഞാൻ ലൊക്കേഷനിലേക്കാണ് വിചാരിച്ചു ഇവിടുന്ന്. അവിടുന്ന് ഇങ്ങോട്ട് വരികയാണ്. ആ, ആ, ആ. അപ്പൊ ട്രിവാൻഡ്രത്താണ് മോള് പോണേ. ഇപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ പറഞ്ഞു ആ. ട്രിവാൻഡ്രത്താ പോണേ. അപ്പൊ എംതിയെങ്കിലും മറ്റേ സാധനം കുടിക്കാൻ പറ, ബോഞ്ചി വെള്ളം. ആ, മോൾ അവിടെ പോയി കഴിഞ്ഞ് സെറ്റ് കയറി കഴിഞ്ഞാൽ മോളുടെ അടുത്ത് വന്ന് ചോദിക്കും, ആ മോളെ കുടിക്കാൻ എന്ത് വേണം, പ്രൊഡക്ഷനിൽ നിന്ന് വന്ന് ചോദിക്കും. പെട്ടെന്ന് പറയണം, ഒരു ബോഞ്ചി ഇഞ്ഞെടുക്കി. ആ. എന്ത് പറയും? എനിക്കൊരു ബോഞ്ചി വേണം. പക്ഷെ ട്രിവാൻഡ്രത്ത് മാത്രമേ ചോദിക്കാവുള്ളൂ, നമ്മുടെ ഇവിടെ നിന്ന് കിട്ടത്തില്ല. ഓക്കെ. ഓക്കേ. പോലീസോടെ ഇട്ട ബോഞ്ചി വേണം കേട്ടോ. ഏത് പാട്ടാ പാടുന്നേ? ചെന്റെ പൊന്നു മോളെ രാരോ രാരോ. ഉഗ്രം നല്ല പാട്ടാണല്ലോ. നല്ല പാട്ട്. ആ, നല്ല ഫീലുള്ള പാട്ട്. മാത്രമല്ല ഈ ഫീലുള്ള പാട്ട് പാട്ടാണ്. നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ആ, അതെ, അതെ. അതെ. അല്ലേ? ഹൃദയത്തിൽ സൂക്ഷിക്കാം. അതെന്താ എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാം എന്ന് പറഞ്ഞ കാരണം എന്താ കാരണം? എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ പാട്ടുമായിട്ട്? ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഞാൻ ബന്ധം വെപ്പിച്ചുതരാം. ആ പറയും. സിനിമയുടെ പേരെന്തുവാ? ഹൃദയത്തിൽ സൂക്ഷിക്കാം. തന്നെ. ഇവിടെ കളി. പാടിയത് കെ.ജെ. യേശുദാസ് അങ്കളും ആ, പിന്നെ വരികൾ അഞ്ജന അഞ്ജന ഹരിദാസ്. അഞ്ജന ഹരിദാസും പാടിയിട്ടുണ്ട്. ആ. പിന്നെ ലിറിക്സ് കൈതപ്രം സാർ, മ്യൂസിക് മോഹൻ സിത്താര സാർ, പിന്നെ വർഷം വർഷം എനിക്കറിയില്ല. അത് നമ്മുടെ പെട്ടതല്ല. വർഷം അറിയില്ല. വേണമെങ്കിൽ 2005 അല്ലേ? അതെ. ആണോ? 2005 വേണമെങ്കിൽ ആ. 2005. എന്താ അതിനൊരു പ്രത്യേകത? ഞാൻ ജനിച്ചതാ. ശരിക്കുള്ള അങ്ങനെ വരട്ടെ. പറയും. 2005 വേണ്ട ഈ ഒരു സംഭവം ഭൂമിയിലോട്ട് ഇറങ്ങി വന്ന വർഷമാ. ശരി, തുടങ്ങാം നമുക്ക്. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് All the യു. best. All the best. താങ്ക് യു. അച്ഛൻ്റെ പൊന്നു മോളെ രാരോ രാരോ.
ഗുഡ്. കലക്കി. റാണിക്കുട്ടി മിടുക്കി. റാണിക്കുട്ടി എന്തോ ബ്യൂട്ടിഫുൾ, താങ്ക് യു പറയാതിരിക്കാൻ വയ്യ. താങ്ക് യു ആഹാ, ആ പടത്തില് ഒരു കാര്യം ചെയ്യും, ഒരു പാട്ടും കൂടെ പാടിക്കൂ. അതെ. പിന്നെ ഡബിൾ അട്രാക്ഷൻ ആയി. ഓക്കെ ആ, അഭിനയവും അടുത്ത പ്രാവശ്യം പാട്ടും. ഓക്കെ ഓക്കെ. അപ്പം എനിക്കൊന്നും പറയാനില്ല. ദാണ്ട് നമ്മുടെ ഓർക്കസ്ട്ര അണ്ണന്മാരുണ്ടല്ലോ, അതെ. ടോപ്പ് ബാൻഡ്. കലക്കി. സുശാന്ത് അവിടെ നിന്ന് കലക്കി പാടുന്നു, നമ്മുടെ സുബിൻ സുബിൻ. ഗിറ്റാറ് കലക്കി വായിക്കുന്നു, പിന്നെ റിസന്റെ ഫ്ലൂട്ട് അങ്ങ് പറന്നു പോണു, പിന്നെ മൊത്തത്തില് ടോപ്പ് ബാൻഡ് സൂപ്പർ. Yes. പക്ഷെ എനിക്ക് ഞാൻ മീനൂട്ടിയെ ശ്രദ്ധിച്ചോണ്ടിരിക്കും. അറിവെല്ലാം അറിയേണ്ട 4 അക്ഷരം എഴുതേണ്ടെന്ന് പറഞ്ഞാൽ മീനൂട്ടിക്ക് ഒരു വല്ലാത്ത സന്തോഷം മുഖത്ത്. സന്തോഷോ? ആ, അതായത് അതിന്റെ വരി എന്ന് പറഞ്ഞാൽ അതെ. അറിവെല്ലാം അറിയണ്ടേ? അറിയേണ്ടേ 4 അക്ഷരം എഴുതണ്ടേ എന്ന് പറഞ്ഞാൽ മീനൂട്ടിയുടെ മുഖം ആ സമയത്ത് മാത്രം. മാത്രം. ബാക്കി എല്ലാ വരിയും നല്ല എന്നേക്കാൾ വലുതായി നാളെ വളരേണ്ടേന്ന് വെച്ചാൽ അതൊരു സന്തോഷം. അത്ര സന്തോഷമുള്ള അത് കാര്യം. കുറച്ചുകൂടെ വാനോളം വലുതാകും പൊന്നുമോളായി വിളി കേൾക്കണം എന്ന് പറഞ്ഞപ്പോ പിന്നെ ഒന്നുകൂടായി. പിന്നാണ് അതിമധുരം. അതെ. ഒരു പെൺകിടാവായി വളർന്ന നീ ഒരു അമ്മയാകണമെന്ന് പറഞ്ഞപ്പോ ദേ ഇങ്ങനെ എന്താ മീനൂട്ടി ഇത്? അങ്ങനെയൊന്നും ഞാൻ This is എന്റെ a- മുഖത്ത് this- ഒരൊറ്റ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പാട്ടായിരുന്നു. This is the time to study, okay? MG അങ്കിളേ. മോളെ അപ്പൊ എന്തുകൊണ്ടും കലക്കി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു റാണിക്കുട്ടി എന്തോ നല്ല ഉടുപ്പാണല്ലോ താങ്ക് യു അല്ലേ? പിന്നെ ഇപ്പൊ ഇത് അഭിനയിച്ച് ഭയങ്കര തിരക്കുള്ള നടിയാവാൻ പോവല്ലേ ആ. അല്ലേ? ആരുടെ കൂടെ അഭിനയിക്കുന്നത്? ആരുടെ കൂടെയാ? ഞാൻ രമ്യ നമ്പീശൻ ആണോ? രമ്യ ചേച്ചിയുടെ കൂടെയാ? നമ്മുടെ ചേച്ചിയുടെ രമ്യ കൂടെ. ആ, ചേച്ചിയുടെ കൂടെ. കൊള്ളാലോ. ആ. ശ്രീകുട്ടങ്ങൾ പറഞ്ഞ പോലെ ഒരു പാട്ടും കൂടി അങ്ങ് പാടി കഴിഞ്ഞാലേ നല്ല സംഭവമായിരിക്കും. താരാട്ട് പാട്ട് അമ്മയ്ക്ക് പാടി കൊടുക്കുന്നതായിട്ട്. അതെ അതെ, അതെ വെറൈറ്റി. അതെ അതെ അതെ. ഗായികയും നടനും അല്ലെങ്കിൽ നടിയായിട്ടുള്ള ആൾക്കാർ വളരെ അപൂർവമാണ്. ആ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വളരെ നല്ലതാ കേട്ടോ. SPB സാറ്, രാജ്കുമാർ സാറ്, പിന്നെ ഇവിടെ മനോജ് കെ ജയൻ, അതെ. ലാലേട്ടൻ, രമ്യ നമ്പീശ, രമ്യ ചേച്ചി. അതെ ആ അതെ. അങ്ങനെ കുറച്ചു പേരുണ്ട്. സുരേഷ് ഏട്ടൻ പാട്ടും പാടും അഭിനയിക്കുകയും ചെയ്യും. മധു അങ്കിളിന് വേറൊരു പേരുണ്ടോ? എന്ത്? തല മധു. അങ്ങനെയൊക്കെ ഉണ്ട്. അതെന്താ അതിന്റെ സംഭവം? അതിങ്ങനെ അജിത്തുമായിട്ട് എന്തോ സാമ്യം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അത് ആൾക്കാർ വിളിച്ചോണ്ടിരുന്നത്. പക്ഷെ സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ പോയിട്ട് വിളിച്ചിട്ടുണ്ട്, പോയിട്ടില്ല. അതെന്നാ അതിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ. ആണോ? ആ, ആണ്, ഞാൻ കേട്ടില്ല. ഇല്ലേ? ഞാനും കേട്ടിട്ടില്ല. ഞാൻ TVG സാറിന്റെ അടുത്ത് മദ്രാസിൽ പഠിക്കുന്ന സമയത്ത് ആ. അഭിനയിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. ആ. തൊട്ടപ്പുറത്ത് ഒരു ഡോഗ് ട്രെയിനിങ് സെന്റർ ഉണ്ടായിരുന്നു ഞാൻ പഠിച്ച അക്കാഡമിയുടെ അപ്പുറത്ത്. ആ. അപ്പോൾ പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെ കൂടി അവിടെ വന്നപ്പോൾ ഞാൻ അവിടെ ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടായിരുന്നു. അതിനെ കൊണ്ട് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങിയതാ. ഓ ആ. അപ്പോൾ ഇവര് വന്ന് ചോദിച്ചു, സാർ നിങ്ങളുടെ നെക്സ്റ്റ് പടത്തിൽ നിങ്ങൾ നടിக்கிறீங்களா ഹീറോവാ എന്ന് ചോദിച്ചു. ആ. അപ്പൊ ഞാൻ എനിക്കൊന്നും ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. ഞാൻ ഇവിടെ പഠിച്ചു, ഗുരുകുലം രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഓ, ഓ. ഞാൻ ഒരു നിമിഷം നിങ്ങൾ കൊഞ്ചം വെയിറ്റ് പണ്ണുക, ഞാൻ എന്നോട് ഗുരുജിയിട്ട കൊഞ്ചം കേട്ടിട്ട് വരേൻ, വെയിറ്റ് പണ്ണുകയെന്ന് പറഞ്ഞു. പോയിട്ട് ഞാൻ എൻ്റെ സാറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, സാർ ഇങ്ങനെ രണ്ടുപേര് വന്നിട്ട് ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെയാണ്, അവർ അപ്പുറത്ത് ഡോക്ടർ ട്രെയിനിങ് സെന്ററിൽ വന്നതാണ്. ആ ശരി പറയേ എന്താ സാർ ചോദിച്ചു. ഇല്ല അങ്ങനെ അവരിങ്ങനെ അഭിനയിക്കാൻ വിളിക്കുന്നുണ്ട് പുതിയ അടുത്ത സിനിമയിലെ ഹീറോ ആയിട്ടാണ്. ഓ ആണോ, നല്ല കാര്യം, ഓക്കെ. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം സാറിന്റെ മുഖം ഇങ്ങനെ മേഘ രണ്ടു കൂടണ പോലെ മുഖത്ത് ഇങ്ങനെ അയ്യോ, അയ്യോ. കൊന്നിടുവേണം അയ്യോ, എന്നിട്ട് പിന്നെ ഇങ്ങനെ എങ്കിലും പോകപ്പെടാതെ. കഷ്ടമായി പോയത്. അതെ ഓ അന്ന് അഭിനയിച്ചിരുന്നെങ്കി അതെ. ഇപ്പം അഭിനയിക്കുകയും പാടുകയും ചെയ്യുന്ന ഒരു നടനായിരുന്നു. രണ്ടുകൂടെയുള്ള അല്ലേ? ആ. മാത്രമല്ല തമിഴ്നാട്ടിന് വലിയ കട്ടൗട്ടറൊക്കെ ആയിട്ട്. അതെ, തല മധു അങ്കിൾ. പാലഭിഷേകം. അതെ മധു അങ്കിൾ. അതെ. ഇനി മുതൽ ഞാൻ അങ്ങനെ വിളിക്കാം. ആ സിനിമയായിരുന്നു കാതൽ കോട്ടൈ. അജിത്ത് പിന്നീട് അഭിനയിച്ചു ഹീറോ ആയിട്ട്. അയ്യോ. പിന്നെ ഞാൻ തമിഴിലൊരു റിയാലിറ്റി ഷോ ചെയ്യാൻ പോയപ്പോ അവിടെ ആൾക്കാരൊക്കെ കുറച്ച് എന്റെ സിമിലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നല്ല അന്നുണ്ടായി കാണും ചിലപ്പം. അപ്പൊ തല തന്നെ വിളിച്ചോണ്ടിരുന്നു ആ സമയത്തൊക്കെ. ഓ അപ്പൊ റാണിക്കുട്ടി, എന്തോ റാണിക്കുട്ടിക്ക് ഉപ്പച്ചിയോടോ ഉമ്മച്ചിയോടോ റാണിക്കുട്ടിക്ക് ഇഷ്ടം? എനിക്ക് രണ്ടാൾ ഇഷ്ടല്ലോ. രണ്ടാളും ഇഷ്ട ആ. ഒരുപോലെ. ആ. ഒരുപോലെ എനിക്ക് ഇഷ്ടം. വെരി ഗുഡ്. രണ്ടുപേരുണ്ടല്ലോ പാട്ടില്. ഉണ്ട്. അപ്പൊ രണ്ടുപേരും എന്നാലും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്കൊരു ആഗ്രഹം അറിയാൻ, എനിക്കൊരു ആഗ്രഹം. ആരെയായിരിക്കും? അതെ, ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന്. ആ അപ്പൊ രണ്ടുപേരും. രണ്ടുപേരും ഒരുപോലെ. ആ. 50-50. അതെ. ഓക്കെ, അല്ലെങ്കിൽ 100-100. അതെ. ഓക്കെ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു, പാടിയതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. ജലദോഷം മാറിയിട്ടില്ലേ? ജലദോഷം കൊറേയൊക്കെ മാറി. ആണോ? ആ ആ എന്നാലും ചെറുതായിട്ട് ടോൺ മാറിയിട്ടില്ല അല്ലേ? ടോൺ ഇപ്പോഴും ഉണ്ട്. സൗണ്ട്. ആ പക്ഷെ ഉഗ്രനായിട്ട് നന്നായിട്ട് പാടി കേട്ടോ, താങ്ക് യു. വളരെ നന്നായിട്ട് പാടി. അപ്പോ പാട്ടിലും അഭിനയത്തിലും
നന്നായി ശോഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. ഓക്കെ, രണ്ടിലും വലിയ ആളാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. രാണിക്കുട്ടിയെ, എന്തോ നമ്മുടെ ശീലാമ്മക്കുട്ടി, അതെ. പക്ഷെ എ- ഇന്നൊരു എല്ലാ- താരാട്ടുപാട്ട് അതെ. കേൾക്കുന്ന ഫീൽ ഇല്ലായിരുന്നു. എല്ലാ പിള്ളേർക്കും ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഞാൻ ഈ സീസൺ 5 ത്രൂ ഔട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു സീസണിൽ ഇരിക്കുന്നത്. ആ. എല്ലാ പിള്ളേർക്കും എന്തൊക്കെയോ അല്ലേ, ഇങ്ങനെയാണോ നമ്മള് എല്ലാ ഇട്ട കുറെ. സീസണിലും ഇങ്ങനെ കിട്ടുമോ ആ, മീനുട്ടി? കിട്ടും കിട്ടും. ചിലർക്ക് ചില ഇരട്ടപ്പേരൊക്കെ വരും, പിന്നെ പോത്തേ ഇല്ല. പിന്നെ വേറെ കാര്യമുണ്ട്, ടോപ്പ് സിംഗറിലോട്ടും ഇങ്ങനെ ഒത്തിരി ഷോസ് ഉണ്ടെങ്കിലും ഉം. ടോപ്പ് സിംഗറിൽ പങ്കെടുക്കാന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഒരു പ്രസ്റ്റീജ് കാര്യമാണ്. ഉം. അപ്പൊ ബാക്കിയുള്ളടത്തൊന്നും ഇഷ്ടമാ പോകാതെ അവർ എല്ലാവർക്കും. ഓഡീഷൻ നമുക്ക് തന്ന് നമ്മുടെ ഈ ഒരു ബ്രാൻഡ് ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞ ബ്രാൻഡ് നോക്കി പേരൻസ് എടുക്കുന്ന ഒരു എഫേർട്ട് പിള്ളേർക്ക് തന്നെ കയറി വരാൻ പറ്റില്ല. അതിനൊരു വലിയ ഇത് അവരെല്ലാരും കൂടെ സഹകരിച്ചുകൊണ്ടാണല്ലോ ഈ 5 സീസൺ കഴിഞ്ഞ് ഇപ്പൊ 6ാമത്തെ സീസൺ ഓഡീഷനും കഴിഞ്ഞ് അതെ. പിള്ളേരിങ്ങനെ ഇടിച്ചു കയറാൻ നിൽക്കുക. അതെ. റാണിക്കുഞ്ഞെ അറിഞ്ഞോ സീസൺ 6 തുടങ്ങുന്ന കാര്യമൊക്കെ? ചക്കര നന്നായിട്ട് പാടി. സീസൺ 6 തുടങ്ങിയ പക്ഷെ സീസൺ 5ലെ നിങ്ങൾ പാടി ഓരോ പാട്ടും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും അല്ലെ മീനൂട്ടി? അതെ. ഓക്കെ ചക്കര, നല്ലൊരു താരാട്ട് പാട്ട് കേട്ടു. പാട്ട് കേൾക്കുമ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷം. കാരണം അച്ഛനാണ് കൂടുതലും വന്നുകൊണ്ടിരുന്നത്. എപ്പോഴും വരുന്നെ. ആ. അച്ഛന്റെ പൊന്നുമോളാണ്, ഉമ്മയുടെ പൊന്നുമോളാണ്. അപ്പൊ അച്ഛന് വേണ്ടി നമുക്കൊരു സ്പെഷ്യൽ ഡെഡിക്കേഷനും കൊടുത്തു. ചക്കര, ഓൾ ദി ബെസ്റ്റ്. എംജിങ്ങളെ ആ. എനിക്ക് വലിയൊരു ആഗ്രഹം എംജിങ്ങളുടെ കൂടെ ഒരു പാട്ട് പാടണമെന്ന്. അറിഞ്ഞല്ലേ? ഇവിടെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ തീപ്പരി പോലെ അതെ. നേരെ പോകും. ഒരു ഡ്യുവറ്റ് പാടാം. പാടാം. ഏത് പാട്ട് വേണം മോക്ക്? എംജിങ്ങൾ പാടിയൊരു പാട്ടില്ലേ, കസ്തൂരി. അത്രയും പോണോ? അത് അത് തന്നെ പാടാം. വേണം. അത് തന്നെ വേണം. ആ. അങ്ങനെ തന്നെ വേണം കസ്തൂരിക്ക്. ശരി, അപ്പൊ നമ്മള് ഉടനെ തന്നെ റാണിയെക്കുട്ടിയായിട്ട് കസ്തൂരി. വീണ്ടും നിങ്ങൾക്ക് ഒരു ചെറിയൊരു ആശ്വാസം. ഞാൻ വഴിയല്ല, റാണിയെക്കുട്ടി വഴി. ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ റാണിയെ പോകുതി. Thank you.